പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വെള്ളിയാഴ്ച ഈശോ നമുക്കായി യാഗമായി മാറിയ ആ കുരിശ് നമുക്കൊന്ന് ധ്യാനിക്കാം. സ്നേഹമുള്ളവരെ, പീഡാനുഭവം നമുക്കൊന്ന് ധ്യാനിക്കണം എന്നുള്ളതാണ്. വെള്ളിയാഴ്ചകളിൽ പല മക്കളും ഒരു നേരം നോക്കിയിട്ട് അല്ലെങ്കിൽ ഉപവസിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അനേകം മക്കളുണ്ട്. അത് നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവർ, ഇത് കേൾക്കുന്നവർ ഒരു 41 ദിവസത്തെ നിയോഗമായിട്ട് നിങ്ങൾ എടുക്കേണ്ട. എല്ലാ ദിവസവും ഇത് കേൾക്കുക, പ്രാർത്ഥിക്കുക. ഇത് കഴിഞ്ഞിട്ട് ദൈവവചനം വായിക്കണം, ജപമാല ചൊല്ലണം, കുർബാനയ്ക്ക് പോവുക, ബൈബിള് വായിക്കുക. ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. ഒരു 5 പേർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് അവരോടത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ആ വ്യക്തിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുക? പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഇപ്രകാരം പറഞ്ഞു: പാപമില്ല, പാപബോധമില്ല, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പാപമെന്ന്. ചില പറയും, ഞാൻ പാപം ചെയ്തിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ, അവൻ്റെ എല്ലാം പോയിട്ട് ഇതൊക്കെ നടക്കുന്നു. അത് നോക്കിയിട്ട് കാര്യമില്ല മക്കളെ. വചനം പറയുന്ന കർത്താവിൻ്റെ കോപം സാവകാശമേ വരികയുള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയില്ലെന്ന് വരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ 1 വർഷം കൂടി ഞാൻ നോക്കട്ടെ, അത് ചിന്തിച്ചാൽ മതിയല്ലോ. ആ മരം വെട്ടിക്കളയാൻ കർത്താവ് പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞെന്താ, 1 വർഷം കൂടി നോക്കട്ടെ, ഇത്തിരി വളമൊക്കെ ഇട്ട്. ആ കാലഘട്ടമായിരിക്കാം മോനെ മോളെ നമ്മുടെ ഓരോരുത്തരുടെയും. അപ്പോൾ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പ്രകാരം പറയുന്നുണ്ട്, എന്നിൽ വസിക്കുന്നവൻ പാപം ചെയ്യില്ല, അവനെ പാപം ചെയ്യാൻ സാധിക്കില്ല എന്ന്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനം കൂടാൻ പോയി. പാട്ടുമില്ല, ഓർഗണമില്ല, ഒന്നുമില്ല. വാപ്പാട്ട് വല്ലപ്പോഴും മാത്രം പാടുക തന്നെയുള്ളൂ. അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ വചനം, കർത്താവ് അവിടെ വന്നിട്ട് പറയുന്ന ഏത് വചനം നമുക്ക് വേണ്ടിയിട്ടാണേ. അതിലൂടെ 4 പ്രാവശ്യം ഞാൻ പോയി കുമ്പസാരിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ്, ഇപ്പോൾ പാവത്തിന് ക്ലാസ് ഞാനല്ല എടുക്കുന്നെങ്കിലും ഞാൻ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ്സിൻ്റെ ഒരു 5% പോലും ഇല്ല. അന്ന് ഒരു 10-12 പാവം എഴുതിപ്പിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നാൽ. ഇപ്പം ഞാൻ എടുപ്പിക്കുന്ന ക്ലാസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രഭാഷകന്റെ പുസ്തകം പറയുന്ന, ഒരു പാവിക്ക് സ്തോത്രഗീതം ഇണങ്ങുകയില്ല. ഒരു പാവിക്ക് കുർബാന ഇഷ്ടമല്ല, വചനം ഇഷ്ടമല്ല, പാട്ട് ഇഷ്ടമല്ല, ദൈവകാര്യങ്ങൾ ഇഷ്ടമല്ല. അത് കേൾക്കുമ്പോൾ അവർ കുരിശ് കണ്ട പിശാചിനെ പോലെ ഒച്ചപ്പാടും ബഹളമാക്കും. ഹല്ലേലൂയ. ഒരിക്കലും എൻ്റെ ഇളയ 2ാമത്തെ ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ ഭാഷാവരം കിട്ടി. അപ്പം എൻ്റെ 2 അനിയന്മാർ ദൈവത്തിലേക്ക് വന്നിട്ടുള്ള, ഒരാൾ കുർബാനയ്ക്ക് പോലും ഒന്നുമില്ലാത്തതായിരുന്നു, മറ്റവനും അത്ര ഇതറിഞ്ഞിട്ടില്ല. 2 പേരും ഭയങ്കര ചീത്ത പറഞ്ഞു എന്നെ. അവരൊക്കെ പിന്നീട് എൻ്റെ അതേനെ തന്നെ കൂടി 2 പേരും. പക്ഷെ അതിലൊരാളൊക്കെ, എല്ലാവരും നല്ല മക്കളാണല്ലോ, എല്ലാവരും ശുശ്രൂഷകർ വിവിധ തരത്തിൽ ആയി. അപ്പോൾ ഭാഷാവരം കിട്ടുമ്പോൾ ദൈവത്തോടാണ് നേരിട്ട് സംസാരിക്കുന്നത്. അതുമാത്രമല്ല മക്കളെ, അത് പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മക്കളെ, ഞാൻ ഈ ചെറിയ സമയം നമുക്ക് ഈ ചിന്ത തരുന്നത് പാവത്തെക്കുറിച്ച്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഞാനൊരു പാവം ചെയ്യുന്നില്ലല്ലോ, ഞാൻ നല്ല വിശുദ്ധ. നിങ്ങൾ ബഥേലിലേക്ക് വാ, കുമ്പസാര കൂടാണ് നമ്മുടെ ധ്യാനം. ജൂൺ 5-ാം തീയതി വാ. പാവമുണ്ടോ ഇല്ല നമുക്ക് നോക്കാം, പാവമുണ്ടോ ഇല്ല എന്നൊക്കെ പറയാം. ഒരു 4-8 പേജ് പേപ്പറുകൾ, 3-6 പേജ് ഫുള്ളും
പാപം തന്നെ അത് ടൈപ്പ് ചെയ്ത് ഇട്ടിരിക്കുക. അതിനകത്ത് എങ്ങനെയെങ്കിലും ഒരു 10 നാൽപ്പുണ്ടെങ്കിലും നമുക്കുണ്ടാവും. ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഭാരം പോവുക. അത് നല്ല കുമ്പസാരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാരം പോവുക മാത്രമല്ല, കൃപ ചൊരിയാൻ പോകുന്നു. ഞങ്ങളൊക്കെ നെൽകൃഷിക്കാരാണ് തന്നെ. ഞങ്ങൾ ഈ മോട്ടറിൽ വെള്ളം, അന്ന് ഞങ്ങൾക്ക് മോട്ടറില്ല, കറണ്ടും ഇല്ല. അടുത്ത ഒരു ആശ്രമമുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം മോട്ടർ എടുക്കുന്നത്. അതിൻ്റെ നെൽകൃഷി കൊയ്ത് കഴിയുമ്പോൾ നെല്ലായിട്ടും അങ്ങനെയായിട്ടൊക്കെ കൊടുക്കുന്ന പരിപാടി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ സ്നേഹമുള്ളവർ, ഇതിന് വേണ്ടിയിട്ട് തോട് ക്ലിയറാക്കും, വെള്ളം വരുന്ന തോട് ക്ലിയറാക്കും. അന്നൊക്കെ ഇഷ്ടംപോലെ ഇതിനിപ്പോൾ ഈ ഇടുക്കിയിലെ മക്കളെ, അല്ലെങ്കിൽ ചെല്ലാനത്തെ മക്കളെ, കണ്ണമാല മത്സ്യത്തൊഴിലാളികൾ, അല്ലെങ്കിൽ മലയോര കൃഷി മക്കളൊക്കെ ഏതിനും ചാടിയാണ്ട് ഇറങ്ങണത് പോലെ അങ്ങനെയായിരുന്നു. ഇന്നൊന്നും അങ്ങനെ ആരും നിൽക്കില്ല, കിട്ടയില്ല. അപ്പോൾ തോട് ക്ലിയറാക്കുന്നു. ആദ്യം വെള്ളം വരുന്ന തോട് ക്ലിയറാക്കുന്നു. അല്ലെങ്കിൽ മോട്ടർ അടിച്ചിട്ട് വരുന്ന കണ്ടങ്ങളിലേക്ക് വരുന്ന വഴികൾ, വരമ്പുകളൊക്കെ പിടിക്കൽ. അപ്പനൊക്കെ എന്ത് സ്മാർട്ടെന്ന് പറയും, കട്ടക്കട്ടേന്ന്. ഞാൻ അത്രയൊന്നും പോരാ. കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവർ തോട്ടിലേക്ക് ഇറങ്ങി ചണ്ടിയൊക്കെ വലിച്ച് ഒരു ഇഷ്ടംപോലെ വെള്ളം, അങ്ങനെ 20-ൻ്റെ മോട്ടറോ 10-ൻ്റെ മോട്ടറായിട്ട് എന്നാണ് വെള്ളം ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നീ ആരായിരുന്നാലും നീ ചിന്തിക്കേണ്ടത് എന്താണ്? നീ ഓക്കെയാണോ? നീ പെണ്ണാണോ, മോളാണോ, അപ്പനാണോ, അമ്മയാണോ, കുഞ്ഞാണോ, ആരായാലും നീ ഓക്കെയാണോ എന്ന് കണ്ണുകളടച്ച് നീ സമയമെടുത്ത് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. മോളെ, ഇരിക്കണം. എന്നിട്ട് കുറച്ചേറെ ശ്രദ്ധിച്ചത്, ഈശോയെ നീ എന്നെ തന്നെ വെളിപ്പെടുത്തണമേ. ഞാൻ ഓക്കെയാണോ കർത്താവേ? ഞാൻ ഓക്കെയാണോ? ഇത് എക്സ്പ്രസ് ഹൈവേ കൂടെ വണ്ടി പോണ പോലെ നീ തമ്പുരാനോട് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാനൊന്നും വരില്ല, പറയില്ല, ചിന്തിക്കൽ ഒന്നും തരുമില്ല. ഞാൻ ഓക്കെയാണോ കർത്താവ്? വീട്ടിലാരും ഇല്ലേ? ഏറ്റവും നല്ല സമയം ഏതാ? ആ ഫോണങ്ങ് ഓഫാക്കി വെച്ചേക്ക്. ഇത് കേട്ടതിന് ശേഷം ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയല്ല, അതൊക്കെ പിന്നെ. ഞാൻ ഓക്കെയാണോ? നമ്മുടെ പാപങ്ങളെല്ലാം എഴുതുക. അണ്ട് ഭർത്താവ് ബൈബിളിൽ കയറ്റി വെച്ച് ഭർത്താവ് ബൈബിളിലത്ത് വായിക്കുന്നിടത്ത് കൊണ്ടൊന്നും വെക്കണ്ട. ഭർത്താവ് കണ്ടാലേ ഭാര്യ കണ്ട കുഴപ്പമുള്ള പാവമൊന്നും എഴുതണ്ട. അതൊക്കെ അല്ലാതെ തന്നെ മറ്റുള്ളതൊക്കെ എഴുതുക. ബാക്കിയുള്ളത് മനസ്സിൽ പിടിച്ചിട്ട് കുമ്പസാരിക്കുക. നിങ്ങൾ വാന്നേ, ഇവിടെ കുമ്പസാര കൂടുണ്ടെന്നേ. അതെല്ലായിടത്തുണ്ടല്ലോ. ഇതൊരു സ്പെഷ്യലാണ്. മണിക്കൂറോളം കുമ്പസാരിക്കാൻ പറ്റുന്നൊരു കുമ്പസാര കൂടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ വരദാനങ്ങളാൽ നിറയും. ലോകത്തില്ലാത്ത വരങ്ങളൊക്കെ കിട്ടും. ഈശോയുടെ തിരുരക്തം നമുക്ക് കിട്ടും. സ്കിന്നിനകത്ത് കുരിശടയാളങ്ങളായിട്ട് ഈശോയുടെ മുഖമുള്ളത്, കൈപ്പത്തികൾ, മാതാവ് തെളിഞ്ഞു നിൽക്കുന്നത്, എത്ര വ്യത്യസ്തം, എന്തെല്ലാം കാര്യം. ഒന്നും രണ്ടോ ഇഷ്ടംപോലെ. പിന്നെ അതുപോലെ ഇഷ്ടംപോലെ ദർശനങ്ങൾ, ഭാഷാപരങ്ങൾ, വചനങ്ങൾ, ദൈവസ്വരം കേൾക്കൽ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ റൂട്ട് ക്ലിയർ ആവണമെന്നാണ് കാണുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ഈ വെള്ളിയാഴ്ച നമുക്ക് ഈശോയുടെ തിരുരക്തം നമ്മുടെ മേൽ വീഴ്ത്താനും ഒരു പാവമില്ലാത്ത ജീവിതം നയിക്കാൻ വേണ്ടി സൂചിച്ച് പ്രാർത്ഥിച്ച കർത്താവേ, ഇവരെ ആസ്വദിക്കണേ കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണേ കർത്താവേ, ഇവരുടെ വേദനകൾ, കഷ്ടപ്പാടുകളൊക്കെ മാറ്റണമേ, കടബാധ്യത മാറട്ടെ, സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ, ആത്മീയ വളർച്ച കൊടുത്ത് അനുഗ്രഹിക്കണം. കുടുംബം ഒരു നവീകരിക്കപ്പെടട്ടെ, നസ്രത്ത് ഭവനം പോലെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവെ പ്രാർത്ഥിക്കണേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ, മാതാവെ പ്രാർത്ഥിക്കണമേ, ഈ ഭവനം ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.